1 കോടി സർക്കാർ ജോലി ഉൾപ്പെടെ വാഗ്ദാനങ്ങളുമായി ബീഹാറിൽ NDAയുടെ പ്രകടന പത്രിക. സ്ത്രീകൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും പ്രത്യേകം സാമ്പത്തിക സഹായം പത്രികയിലുണ്ട്. NDA സഖ്യകക്ഷി നേതാക്കൾ ചേർന്നാണ് പട്നയിൽ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഓരോ കുടുംബത്തിലും ഒരു സർക്കാർ ജോലി എന്ന മഹാസഖ്യത്തിന്റെ വാഗ്ദാനത്തിന് NDAയുടെ മറുപടി. 1 കോടി സർക്കാർ ജോലികളാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. വർഷം 1 ലക്ഷം രൂപയെങ്കിലും സമ്പാദിക്കാൻ 1 കോടി സ്ത്രീകളെ പ്രാപ്തരാക്കുന്ന ലാഖ്പതി ദീദി പദ്ധതിയാണ് അടുത്ത വാഗ്ദാനം. സ്വയം തൊഴിൽ കണ്ടെത്താൻ 2 ലക്ഷം രൂപ വരെ സ്ത്രീകൾക്ക് സഹായം നൽകും. പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 10 ലക്ഷം രൂപ വീതം നൽകും. പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയെ നിയോഗിക്കും. 25 വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളത്. പട്നയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ വാർത്താ സമ്മേളനത്തിന് കാത്തുനിൽക്കാതെ നേതാക്കൾ മടങ്ങി. പ്രധാനമന്ത്രിയെ അപമാനിച്ചുവെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. പ്രചാരണത്തിൽ നിന്ന് വിലക്കണമെന്നതാണ് ആവശ്യം. അതേസമയം മൊഖാമ മണ്ഡലത്തിൽ ജൻ സുരാജ് പാർട്ടി നേതാവ് ദുലാർ ചന്ദ് യാദവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെതിരെ പോലീസ് കേസെടുത്തു. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ബീഹാറിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.